മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ശക്തന്റെ തട്ടകം പൂരാവേശത്തിലേക്ക്. തൃശൂർ പൂരത്തിന്റെ പ്രധാന പങ്കാളികളായ തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിൽ കൊടിയേറി. ഘടക ക്ഷേത്രങ്ങളിലും കൊടിയേറി. സാമ്പിൾ വെടിക്കെട്ട് വെള്ളിയാഴ്ച. തൃശൂർ പൂരത്തിനെത്തുന്നവർക്ക് സൗജന്യ ഇന്റർനെറ്റ് സൗകര്യവുമായി കേരള വിഷൻ. നഗരത്തിലെ വിവിധയിടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള വൈഫൈ ഹോട്ട്സ്പോട്ടുകളിലൂടെ പൂരം കാണാനെത്തുന്നവർക്ക് ഇന്റർനെറ്റ് ഉപയോഗിക്കാമെന്ന് KCCL ചെയർമാൻ PP സുരേഷ് കുമാർ. കോടാലി കടമ്പോട് പാമ്പുകടിയേറ്റ് മരിച്ച അൽജോയുടെ സംസ്കാരം നടന്നു. പാമ്പുകടിയേറ്റ അൽജോയുടെ സഹോദരൻ അനോഷിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി. പാമ്പുകടിയേറ്റ് മരിച്ച കുട്ടിയുടെ വീടിന്റെ പരിസരത്ത് വീണ്ടും പാമ്പിനെ കണ്ടെത്തി. നെല്ലിന്റെ വില ലഭിക്കാത്തതിനാൽ എരുമപ്പെട്ടി, കടങ്ങോട് പഞ്ചായത്തുകളിലെ കർഷകർ പ്രതിസന്ധിയിൽ. പ്രതിഷേധ സൂചകമായി എരുമപ്പെട്ടി SBI ബാങ്കിന് മുന്നിൽ കർഷകർ നിൽപ്പ് സമരം നടത്തി. പെരിഞ്ഞനത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷം. പെരിഞ്ഞനം പഞ്ചായത്ത് അംഗങ്ങളും നാട്ടുകാരും വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ സമരം നടത്തി. കുടിവെള്ളം മുടങ്ങാൻ കാരണം ദേശീയപാത നിർമ്മാണത്തിനിടെ പൈപ്പ് പൊട്ടിയത്. വടക്കാഞ്ചേരി നഗരസഭാ ഓഫീസിൽ വിജിലൻസ് പരിശോധന. മണ്ണെടുപ്പ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഫയലുകൾ കസ്റ്റഡിയിലെടുത്തു. തിരുവല്ലുവാമലയിൽ വീട് കത്തിനശിച്ചു. അമ്മൻചെട്ടി സ്വദേശി അനിൽ രാജിന്റെ വീടാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. വാർത്തകൾ വിശദമായി. ചരിത്രപ്രസിദ്ധമായ പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന് കൊടിയേറി. പൂരനഗരിയെ ആവേശത്തിലാഴ്ത്തിയാണ് പ്രധാന പൂരപങ്കാളി ക്ഷേത്രങ്ങളായ തിരുവമ്പാടിയിലും പാറമേക്കാവിലും കൊടിയേറ്റം നടന്നത്. പ്രധാന പൂരപങ്കാളി ക്ഷേത്രങ്ങളിൽ തിരുവമ്പാടിയിലാണ് ആദ്യം കൊടിയേറിയത്. തിരുവമ്പാടിയിൽ കൊടിയേറ്റത്തിന് വിളംബരമായി തിരുവമ്പാടി രമേശ് മാരാരുടെ നേതൃത്വത്തിൽ നടന്ന മേളം തട്ടകം ഉണർത്തി. തുടർന്ന് കൊടിയേറ്റ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ച് ക്ഷേത്രം മേൽശാന്തി പ്രദീപ് നമ്പൂതിരി കൊടിമരത്തറയിലെ നിലവിളക്കിൽ ദീപം തെളിയിച്ചു. പാരമ്പര്യാവകാശികളായ താഴത്തുപുരയ്ക്കൽ സുന്ദരനും മകൻ സുഷിത്തും ചേർന്ന് ഭൂമി പൂജ നടത്തി. പൂജിച്ച ബഹുവർണ്ണ കൊടിക്കൂറ ആലുമാവിലകളാൽ അണിയിച്ചൊരുക്കിയ കൗങ്ങിൻ കൊടിമരത്തിൽ കെട്ടി തട്ടകക്കാരും ക്ഷേത്രം ഭാരവാഹികളും പൂരപ്രേമികളും ചേർന്ന് ആർപ്പുവിളികളോടെ അത്യാഘോഷപൂർവ്വമാണ് കൊടിയേറ്റം നടത്തിയത്. ഇതോടെ ക്ഷേത്രത്തിൽ ആചാരവെടിയും മുഴങ്ങി. തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് കേണൽ PRM രവി, സെക്രട്ടറി K ഗിരീഷ് കുമാർ, വൈസ് പ്രസിഡന്റ് പ്രശാന്ത് മേനോൻ, ഭരണസമിതി അംഗങ്ങൾ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പൂരം വരവറിയിച്ച് നായ്ക്കനാലിലും നടുവിലാലിലും തിരുവമ്പാടിയുടെ ബഹുവർണ്ണ കൊടികൾ ഉയർന്നു. പൂരത്തിന്റെ പ്രധാന പങ്കാളികളായ തിരുവമ്പാടിയോടൊപ്പം തന്നെ പാറമേക്കാവിലും കൊടിയേറ്റ ചടങ്ങുകൾ പൂർത്തിയായി. പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്കും വലിയ പാണിക്കും ശേഷം പുറത്തേക്ക് എഴുന്നള്ളിച്ച ഭഗവതിയെ സാക്ഷിയാക്കിയാണ് പാറമേക്കാവ് ക്ഷേത്രത്തിൽ കൊടിയേറ്റം നടന്നത്. മാവ് ഇലകളും ദർഭപ്പുല്ലും ഉപയോഗിച്ച് അലങ്കരിച്ച കൗങ്ങിൻ കൊടിമരത്തിൽ പൂജിച്ച സിംഹമുദ്രയുള്ള കൊടിക്കൂറ കെട്ടിയാണ് ദേശക്കാർ കൊടിമരം ഉയർത്തിയത്. തുടർന്ന് ക്ഷേത്രത്തിലെ പാലമരത്തിലും മണികണ്ഠനാലിലും സിംഹമുദ്രയുള്ള മഞ്ഞക്കൊടികൾ ഉയർത്തി. ശേഷം 5 ആനകളുടെ അകമ്പടിയോടെ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ചന്ദ്രപുഷ്കരണി തീർത്ഥക്കുളത്തിലേക്ക് ആറാട്ടെഴുന്നള്ളത്ത് നടന്നു. കൊമ്പൻ പാറമേക്കാവ് കാശിനാഥൻ ഭഗവതിയുടെ തിടമ്പേറ്റി. ചടങ്ങുകൾക്ക് പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ M ബാലഗോപാൽ, സെക്രട്ടറി G രാജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങളിലെ കൊടിയേറ്റം TCV തത്സമയം സംപ്രേഷണം ചെയ്തു. കാത്തിരുന്ന പൂരം കൊടിയേറിയതോടെ തട്ടകങ്ങളെല്ലാം പൂരാവേശത്തിലായി. ഇനി പൂരം നാളിനായുള്ള കാത്തിരിപ്പാണ്.
വിശ്വപ്രസിദ്ധമായ പൂരങ്ങളുടെ പൂരത്തിനായുള്ള കാത്തിരിപ്പ്. ക്യാമറമാൻമാരായ ആഷിഖ്, റോയി, സിബി, കൃഷ്ണകുമാർ, റിപ്പോർട്ടർ സൂര്യപ്രകാശ് എന്നിവർക്കൊപ്പം അഭിജിത്ത് തളച്ചിറ, ടീം TCV. തൃശൂർ പൂരം പങ്കാളി ക്ഷേത്രങ്ങളിലും കൊടിയേറി. ലാലൂർ, അയ്യന്തോൾ, കാർത്യായനി ക്ഷേത്രങ്ങളിലും കണിമംഗലം, പനമുക്കുംപള്ളി ശാസ്താ ക്ഷേത്രങ്ങളിലും ചെമ്പുക്കാവ് കാർത്യായനി, പൂക്കാട്ടിക്കര കാരമുക്ക് ഭഗവതി, ചൂരക്കോട്ടുകാവ് ഭഗവതി, നെയ്തലക്കാവ് ഭഗവതി കൊടിയേറിയത്. തൃശൂർ പൂരം പ്രദർശന നഗരിയിൽ കേരള വിഷൻ പവലിയൻ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ഇന്റർനെറ്റ് സേവനങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കുന്നതിൽ കേരള വിഷൻ നൽകുന്ന സേവനങ്ങൾ മഹത്തരമാണെന്ന് മേയർ പറഞ്ഞു. തൃശൂർ പൂരത്തിനെത്തുന്നവർക്ക് കേരള വിഷൻ സൗജന്യമായി ഇന്റർനെറ്റ് സൗകര്യം ഒരുക്കുമെന്ന് KCCL ചെയർമാൻ PP സുരേഷ് കുമാർ പറഞ്ഞു. നഗരത്തിലെ വിവിധ ഇടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള വൈഫൈ ഹോട്ട്സ്പോട്ടുകളിലൂടെ പൂരം കാണാൻ എത്തുന്നവർക്ക് ഇന്റർനെറ്റ് ഉപയോഗിക്കാമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. തൃശൂർ കേരള വിഷൻ ചെയർമാൻ P ആന്റണി, COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, സെക്രട്ടറി CG ജോസ്, ട്രഷറർ ബിജു കുമാർ, കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വീട്ടിൽ ഉറങ്ങുന്നതിനിടെ പാമ്പുകടിയേറ്റ് മരിച്ച അൽജോയുടെ സംസ്കാരം കൊടുങ്ങ സെയിന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ നടന്നു. പാമ്പുകടിയേറ്റ് വെന്റിലേറ്ററിൽ കഴിയുന്ന സഹോദരൻ അനോഷിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. കുരുന്നുബാലന് യാത്രാമൊഴിയേകാൻ നാടൊന്നടങ്കമാണ് കോടാലിക്കടുത്തുള്ള കടമ്പോട് കാവുങ്ങൽ വീട്ടിലും വെള്ളിക്കുളങ്ങര കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിലുമായി എത്തിയത്. കടമ്പോട് ALP സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്ന ആൽജോയെ അവസാനമായി ഒരു നോക്ക് കാണാനായി സഹപാഠികളും അധ്യാപകരും നിറമിഴികളോടെ എത്തി. സംസ്കാര ശുശ്രൂഷയിൽ കൊടുങ്ങ പള്ളി വികാരി ഫാദർ ഷിബു നെല്ലിശ്ശേരി, ഫാദർ ജെയ്സൺ വടക്കുംചേരി, ഫാദർ ഡേവി കാവുങ്ങൽ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ആൽജോയുടെ പിതാവ് സിൽജോയും അമ്മ ജോൺസിയും നെഞ്ചുപൊട്ടി അലറിക്കരഞ്ഞത് കണ്ടുനിന്നവരുടെ കണ്ണ് നനയിച്ചു. ശനിയാഴ്ച രാത്രി മാതാപിതാക്കളായ സിൽജോയ്ക്കും ജോൺസിക്കുമൊപ്പം ഉറങ്ങാൻ കിടന്ന ആൽജോയെയും സഹോദരൻ അനോഷിനെയും ഞായറാഴ്ച പുലർച്ചെ അവശനിലയിൽ കണ്ടതിനെ തുടർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത്. വൈകാതെ ആൽജോ മരിക്കുകയും ഗുരുതരാവസ്ഥയിലായ അനോഷിനെ കർഗുറ്റിയിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. വെന്റിലേറ്ററിൽ കഴിയുന്ന അനോഷിന്റെ നിലയിൽ പുരോഗതിയുണ്ടെന്ന് ആശുപത്രി അധികൃതർ മെഡിക്കൽ ബുള്ളറ്റിനിൽ അറിയിച്ചു. അനോഷ് കണ്ണു തുറന്നുവെന്നും ബോധാവസ്ഥയിലാണെന്നും മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്നും ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. TCV കൊടകര. കുഞ്ഞനുജൻ യാത്രയായത് അറിയാതെ അനോഷ്. കടമ്പോടുള്ള വീട്ടിൽ നൂറുകണക്കിന് ആളുകൾ കണ്ണീരോടെ അനുജനെ യാത്രയാക്കുമ്പോൾ ഒന്നുമറിയാതെ വെന്റിലേറ്ററിൽ കഴിയുകയാണ് അനോഷ്. കടമ്പോട് ALP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇരുവരും. 2ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു അൽജോ. 4ാം ക്ലാസ്സുകാരനായ അനോഷ് സ്കൂൾ ലീഡർ കൂടിയാണ്. സ്കൂളിൽ പോകുമ്പോഴും കളിക്കുമ്പോഴും ഉറങ്ങുമ്പോഴുമെല്ലാം ഇരുവരും ഒരുമിച്ചായിരുന്നു. വെന്റിലേറ്ററിൽ കഴിയുന്ന അനോഷിന്റെ നിലയിൽ പുരോഗതിയുണ്ടെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചതോടെ അനോഷ് ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ നാട് ഒന്നടങ്കം പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ. കുട്ടികൾക്ക് പാമ്പുകടിയേറ്റ വീട്ടിൽ തിങ്കളാഴ്ച രാവിലെ വീണ്ടും മറ്റൊരു ശംഖുവരയനെ കൂടി കണ്ടെത്തിയതിനെ തുടർന്ന് വനംവകുപ്പ് അധികൃതർ വീടും പരിസരവും പരിശോധിച്ചു. വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ KS ഷിനോജ് സ്ഥലം സന്ദർശിച്ചു. കുട്ടിയുടെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ ശേഷം വൈകുന്നേരം 20ഓളം വനംവകുപ്പ് ജീവനക്കാർ ചേർന്ന് വീടും പരിസരവും വൃത്തിയാക്കി. പാമ്പുകൾ ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ മണ്ണിളക്കി പരിശോധന നടത്തിയെങ്കിലും കൂടുതൽ പാമ്പുകളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. മുപ്ലിയം ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ രഞ്ജിത്ത് രാജിന്റെ മേൽനോട്ടത്തിലാണ് വീടും പരിസരവും വൃത്തിയാക്കിയത്. ഇടവേള. Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ഹായ്, ഫിലിപ്സിൽ ഇപ്പോൾ സമ്മർ സ്പെഷ്യൽ ഓഫർ. ഫിലിപ്സിൽ വന്ന് ഏത് എക്സ്പെർട്ട് ചെയ്താലും ഡീറ്റ് ആൻഡ് ബാക്ക് ഫ്രീ. കൂടാതെ പെഡിക്യൂർ വിത്ത് മാനിക്യൂർ ചെയ്താലും ഡീറ്റ് ആൻഡ് ബാക്ക് ഫ്രീ ആണ്. അത് മാത്രമല്ല, ഫിലിപ്സിൽ സ്കിന്നിനും ഹെയറിനും വേറെയും ഓഫറുകളുണ്ട്. ഈ
ഈ സമ്മറിൽ നിങ്ങളുടെ സ്കിന്നിന് കൂടുതൽ കെയർ നൽകൂ ഫിലിപ്സിൽ നിന്ന്. Tulips, every beauty solution under a single umbrella. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തകളിലേക്ക് വീണ്ടും. നെല്ലിന്റെ വില ലഭിക്കാത്തതിനാൽ എരുമപ്പെട്ടി കടങ്ങോട് പഞ്ചായത്തുകളിലെ കർഷകർ പ്രതിസന്ധിയിൽ. പ്രതിഷേധ സൂചകമായി എരുമപ്പെട്ടി SBI ബാങ്കിന് മുന്നിൽ കർഷകർ നിൽപ്പ് സമരം നടത്തി. എരുമപ്പെട്ടി പഞ്ചായത്തിലെ മാഞ്ഞാർ, കടങ്ങോട് പഞ്ചായത്തിലെ കാവാലഞ്ചിറ, പാഴിയോട്ടുമുറി, കരിയന്നൂർ എന്നീ പാടശേഖരങ്ങളിൽ നിന്നുള്ള 50-ലധികം കർഷകരാണ് എരുമപ്പെട്ടി SBI ബാങ്കിലെത്തി പ്രതിഷേധിച്ചത്. 600 പേർക്ക് നെല്ലിന്റെ വില ലഭിച്ചിട്ടില്ലെന്ന് കർഷകർ പറയുന്നു. വിവിധ പാടശേഖരങ്ങളിൽ മുണ്ടകൻ കൃഷി ചെയ്ത് ലഭിച്ച നെല്ല് കർഷകർ സപ്ലൈകോയ്ക്ക് നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും പണം നൽകാൻ സർക്കാരുമായി കരാറുള്ള എരുമപ്പെട്ടി SBI ബാങ്ക് തയ്യാറാകുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി. സപ്ലൈകോയിൽ നൽകുന്ന നെല്ലിന്റെ വില PRS വഴി കർഷകർക്ക് ലോണായി നൽകുന്നതിന് SBI, കാനറ ബാങ്കുകളാണ് സർക്കാരുമായി കരാറുള്ളത്. ഇത്തരത്തിൽ 600 കർഷകർക്ക് എരുമപ്പെട്ടി SBI ശാഖ വഴി പണം ലഭിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി 21 വരെ ഏകദേശം 165 കർഷകർക്ക് ബാങ്ക് ലോണായി പണം നൽകിയെന്നും അതിനുശേഷം മുന്നറിയിപ്പില്ലാതെ പണം നൽകുന്നത് നിർത്തിവെക്കുകയായിരുന്നുവെന്നും കർഷകർ പറഞ്ഞു. 2 മാസത്തിലധികമായി നിങ്ങൾ PRS അവിടെ സബ്മിറ്റ് ചെയ്ത് ഇതുവരെയും ആ നെല്ലിന്റെ വില നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. നെല്ലിന്റെ വില ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും കർഷകർ ഇങ്ങനെ സ്ഥിരമായി ഇവിടെ വന്ന് ചോദിക്കുമ്പോൾ പല കാരണങ്ങൾ പറഞ്ഞ് ആ വില കിട്ടാതെ വന്ന് എല്ലാവരും വളരെ ബുദ്ധിമുട്ടിലാണ്. എല്ലാവരും കൂട്ടമായി വന്ന് മാനേജറെ കണ്ട് സംസാരിക്കാനാണ് ഇന്നിവിടെ വന്നത്. ഈ ലോൺ ഇഷ്യൂ ചെയ്യുന്നതിന് ഹെഡ് ഓഫീസിൽ നിന്ന് ബ്ലോക്ക് വന്നിരിക്കുന്നു എന്നാണ് അദ്ദേഹം തരുന്ന മറുപടി. പക്ഷെ അതിന് പരിഹാരം എന്തോ എന്ന് ചോദിക്കുമ്പോൾ കൃത്യമായൊരു മറുപടി അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കുന്നില്ല. ഇത്തരത്തിൽ 10,000 രൂപ മുതൽ 3 ലക്ഷം രൂപ വരെ നെല്ലിന്റെ വില ലഭിക്കാനുള്ളവരുണ്ട്. ഫെബ്രുവരി 21 ശേഷം നെല്ലിന്റെ വില നൽകുന്നത് ഹെഡ് ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം നിർത്തിവെച്ചിരിക്കുകയാണെന്നും പുതിയ നിർദ്ദേശം വരുന്ന മുറയ്ക്ക് വില നൽകുന്നത് പുനരാരംഭിക്കുമെന്നും ബാങ്ക് അധികൃതർ വ്യക്തമാക്കി. പാടശേഖര സമിതി ഭാരവാഹികളായ CK സുരേന്ദ്രൻ, A അബ്ദുൾ മജീദ്, AM നൂർജഹാൻ, പഞ്ചായത്ത് അംഗങ്ങളായ കക്കാട്ട് ഗോവിന്ദൻകുട്ടി, CP തോമസ് എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. TCV എരുമപ്പെട്ടി. പെരിഞ്ഞനം മേഖലയിലെ കുടിവെള്ള വിതരണത്തിലെ അപാകതകൾ പരിഹരിച്ച് കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ നാട്ടുകാർ വാട്ടർ അതോറിറ്റി മതിലകം സെക്ഷൻ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. 13, 14 വാർഡുകളിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം മുടങ്ങിയിട്ട് 3 മാസത്തോളമായി. ദേശീയപാത നിർമ്മാണത്തിനിടെ പൈപ്പ് പൊട്ടിയതാണ് മേഖലയിൽ കുടിവെള്ള വിതരണം മുടങ്ങാൻ കാരണം. നിരവധി തവണ അധികൃതരുമായി ബന്ധപ്പെട്ടെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് പഞ്ചായത്ത് അംഗങ്ങൾ പറഞ്ഞു. ഇതേ തുടർന്നാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. എന്നാൽ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പൈപ്പ് പൊട്ടിയത് ശരിയാക്കേണ്ടത് നിർമ്മാണ കമ്പനിയാണെന്ന് ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. നിർമ്മാണ കമ്പനിയുടെ കരാറുകാരനുമായി ബന്ധപ്പെട്ട് 4 ദിവസത്തിനുള്ളിൽ പൈപ്പ് ശരിയാക്കി നൽകാമെന്ന ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷീബ മുരളി, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ KA കരീം, സ്മിത സന്തോഷ്, TL ഗോപിനാഥൻ, പഞ്ചായത്ത് അംഗങ്ങളായ KC രവീന്ദ്രൻ, ഹഷീറ ബഷീർ, ഷംല ഷഫീഖ്, പ്രീതി സന്ദീപ്, ബിന്ദു ജയൻ എന്നിവർ നേതൃത്വം നൽകി. വടക്കാഞ്ചേരി നഗരസഭയിൽ വിജിലൻസ് പരിശോധന. മണ്ണെടുപ്പ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഫയലുകൾ കസ്റ്റഡിയിലെടുത്തു. കെട്ടിട നിർമ്മാണ പെർമിറ്റുകൾ ദുരുപയോഗം ചെയ്ത് അനധികൃതമായി മണ്ണെടുത്ത് മാറ്റുന്ന മാഫിയ സംഘങ്ങൾക്കെതിരെ സംസ്ഥാന വ്യാപകമായി വിജിലൻസ് നടത്തുന്ന നടപടികളുടെ ഭാഗമായാണ് വടക്കാഞ്ചേരി നഗരസഭയിലും മിന്നൽ പരിശോധന നടന്നത്. നഗരസഭയിൽ നിന്ന് ബിൽഡിംഗ് പെർമിറ്റ് നേടിയ ശേഷം കെട്ടിടം നിർമ്മിക്കാതെ സ്ഥലത്തുനിന്നും വൻതോതിൽ മണ്ണെടുത്ത് നീക്കി ലാഭം കൊയ്യുന്ന രീതി വ്യാപകമാകുന്നതായി വിജിലൻസിന് രഹസ്യവിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭാ കാര്യാലയത്തിലെത്തിയ ഉദ്യോഗസ്ഥർ മണിക്കൂറുകളോളം പരിശോധന നടത്തി. പെർമിറ്റ് എടുത്ത് മണ്ണ് നീക്കം ചെയ്ത് 1 വർഷം പിന്നിട്ടിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാത്ത നിരവധി കേസുകൾ നഗരസഭയ്ക്ക് കീഴിലുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. വരും ദിവസങ്ങളിൽ കൂടുതൽ നടപടികളുണ്ടാകുമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും വിജിലൻസ് അധികൃതർ വ്യക്തമാക്കി. തിരുവല്ലുവാമലയിൽ ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്ന് വീട് കത്തിനശിച്ചു. തിരുവല്ലുവാമല അമ്മൻചെട്ടി സ്വദേശി അനിൽ രാജിന്റെ വീടാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. കഴിഞ്ഞ ദിവസം അനിലും കുടുംബവും തീർത്ഥയാത്രയ്ക്ക് പോയി തിങ്കളാഴ്ച പുലർച്ചെ തിരിച്ചെത്തിയപ്പോഴാണ് വീട് കത്തിയ നിലയിൽ കണ്ടത്. ഏകദേശം 3 ലക്ഷം രൂപയുടെ ഗൃഹോപകരണങ്ങൾ പൂർണ്ണമായും കത്തിനശിച്ചു.
പഴയന്നൂർ പോലീസ് പ്രാഥമിക പരിശോധനകൾ നടത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ഔദ്യോഗികമായി തുറന്നുകൊടുക്കാത്ത ദേശീയപാതയിലെ ചിറങ്ങര അടിപ്പാതയിൽ വാഹനാപകടം. ഓട്ടോ ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. കൊരട്ടി പൊരുമ്പി സ്വദേശി സുനിലിനാണ് പരിക്കേറ്റത്. ഇയാളെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിർമ്മാണ പ്രവർത്തനം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന അടിപ്പാത റോഡിലൂടെ കൊച്ചിയിൽ നിന്നുമെത്തിയ എയർ ബസ്സാണ് ഓട്ടോയുമായി കൂട്ടിയിടിച്ചത്. സർവീസ് റോഡിലൂടെ എത്തിയ ഓട്ടോ ഹൈവേ മുറിഞ്ഞുകടക്കാൻ ശ്രമിച്ചപ്പോഴായിരുന്നു അപകടം. മീഡിയനുകളും ട്രാഫിക് സിഗ്നലുകളും ഒരുക്കാതെ പകൽ സമയത്ത് അടിപ്പാതയിലൂടെ വാഹനങ്ങളെ കടത്തിവിടുന്നതാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് പറയുന്നു. കുറുമാലിപ്പുഴയിലെ ആറ്റപ്പള്ളി റെഗുലേറ്റർ പാലത്തിന്റെ അപ്രോച്ച് റോഡ് 6 മാസത്തിനകം ഗതാഗതയോഗ്യമാക്കണമെന്ന് ഹൈക്കോടതി. പണി പൂർത്തിയായ പാലത്തിന്റെ മറ്റത്തൂർ ഭാഗത്തേക്കുള്ള അനുബന്ധ റോഡിൽ വലിയ കുഴി രൂപപ്പെട്ടതോടെ ഗതാഗതം മുടങ്ങിയിരുന്നു. 20 വർഷം മുൻപ് 4.75 കോടി രൂപയിൽ പണി ആരംഭിച്ച പദ്ധതിക്ക് ഇതുവരെ 17.24 കോടി രൂപ ചെലവഴിച്ചു കഴിഞ്ഞു. ഇതുവരെ പാലം കമ്മീഷൻ ചെയ്യാനോ ഗതാഗതയോഗ്യമാക്കാനോ കഴിഞ്ഞിട്ടില്ല. ഇനിയും പണി പൂർത്തിയാക്കാൻ 13.9 കോടി രൂപ വേണമെന്നാണ് ജലവിഭവ വകുപ്പിന്റെ എസ്റ്റിമേറ്റിൽ പറയുന്നത്. അനുബന്ധ റോഡ് നിർമ്മാണത്തിന് മാത്രമായി വകുപ്പ് തയ്യാറാക്കിയ തുകയ്ക്ക് ആരും കരാർ ഏറ്റെടുക്കാൻ തയ്യാറായില്ല. 20% അധിക തുകയ്ക്ക് കരാർ എടുക്കാൻ തയ്യാറായ കമ്പനിക്ക് കരാർ നൽകി 6 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കി ഗതാഗതം സാധ്യമാക്കണമെന്നാണ് ചീഫ് ജസ്റ്റിസ് സൗമൻ സെൻ, ജസ്റ്റിസ് വി എ ശ്യാംകുമാർ എന്നിവരടങ്ങിയ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നത്. പാലം ഗതാഗതത്തിന് തുറന്നുകൊടുത്തതിന് പിന്നാലെയാണ് മറ്റത്തൂർ ഭാഗത്തേക്കുള്ള റോഡിൽ വലിയ കുഴി രൂപപ്പെട്ടത്. ഇതുവഴി വാഹന ഗതാഗതം സാധ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ആറ്റപ്പള്ളി റെഗുലേറ്റർ കം ബ്രിഡ്ജ് കമ്മിറ്റി സെക്രട്ടറി ജോസഫ് ചെതലൻ സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ആളൂരിൽ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ 3 ആടുകൾ ചത്തു. 2 ആടുകൾക്ക് കടിയേറ്റു. ആളൂർ ആനത്തടം ചാതേലി മാത്യുവിന്റെ ആടുകളെയാണ് പുലർച്ചെ അജ്ഞാത ജീവി ആക്രമിച്ചത്. വീടിന് പുറകിലെ കൂട്ടിൽ കെട്ടിയിരുന്ന 5 ആടുകളെയാണ് ആക്രമിച്ചത്. അതിൽ 3 ആടുകൾ ചാവുകയും 2 ആടുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പുലർച്ചെ മാത്യു കറക്കാൻ എത്തിയപ്പോഴാണ് നായയുടെ രൂപത്തിലുള്ള ഒരു ജീവി കൂട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് കണ്ടത്. 2 മാസത്തിനുള്ളിൽ മേഖലയിൽ 3 ഇത്തരത്തിൽ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ ആടുകൾ ചത്തിരുന്നു. ആടുകളെ ആക്രമിച്ചത് തെരുവുനായ ആണെന്ന് സംശയിക്കുന്നുണ്ട്. പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാത്തതിന്റെ പേരിൽ നഗരസഭയിലെ SC പ്രൊമോട്ടറെ CPM ലോക്കൽ സെക്രട്ടറി ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണം കുന്നംകുളം നഗരസഭാ കൌൺസിലിൽ പ്രതിഷേധത്തിന് ഇടയാക്കി. പ്രതിപക്ഷാംഗങ്ങളുടെ ശക്തമായ ബഹളത്തെ തുടർന്ന് അജണ്ടകൾ ചർച്ച ചെയ്യാനാകാതെ കൌൺസിൽ യോഗം തടസ്സപ്പെടുകയും ചെയർപേഴ്സൺ ബെല്ലടിച്ച് യോഗം അവസാനിപ്പിക്കുകയും ചെയ്തു. ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് വിവാദത്തിനാസ്പദമായ സംഭവം നടന്നത്. CPM പാർട്ടി പരിപാടികളിൽ സജീവമാകാത്തതിനെ തുടർന്ന് നഗരസഭയിലെ SC പ്രൊമോട്ടറെ ലോക്കൽ സെക്രട്ടറി ഭീഷണിപ്പെടുത്തിയതായാണ് പരാതി. ഭീഷണിയെ തുടർന്ന് പ്രൊമോട്ടർ ജോലി രാജിവെക്കുകയും ചെയ്തിരുന്നു. ക്യാൻസർ രോഗി കൂടിയായ ജീവനക്കാരിയെ ഭീഷണിപ്പെടുത്തിയ ലോക്കൽ സെക്രട്ടറിക്കെതിരെ നഗരസഭ ഔദ്യോഗികമായി പരാതി നൽകണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷ അംഗങ്ങൾ ചെയർപേഴ്സന്റെ ഡയസിന് മുന്നിലെത്തി പ്രതിഷേധിച്ചത്. ചേലക്കര തോന്നൂർക്കര ചേലത്തൊടി ഉന്നതിയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. 3 ആനകളാണ് കഴിഞ്ഞ ദിവസം ഇറങ്ങിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ആനകളെ തുരത്തി. അക്കിക്കാവ് എയ്യാൽ ചെമ്മന്തിട്ട ഇറക്കത്തിൽ 3 കാറുകളും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് പരിക്കേറ്റു. പെരുമണ്ണൂർ സ്വദേശി വരുണിനാണ് പരിക്കേറ്റത്. കേച്ചേരി ഭാഗത്തു നിന്നും അക്കിക്കാവ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് എതിർദിശയിൽ വന്ന മറ്റൊരു കാറിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ സമീപത്തെ മതിലിൽ ഇടിച്ചു. ഇതിനിടെ അപകടമുണ്ടാക്കിയ കാർ നിയന്ത്രണം വിട്ട് എതിരെ വന്ന 3ാമത്തെ കാറിലും ഇടിക്കുകയായിരുന്നു. പാവറട്ടി തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ യൗസേപ്പിതാവിന്റെ ഊട്ടുതിരുനാളിന് ഒരുക്കമായി പാചകപ്പുരയിലെ അടുപ്പുകൾ വെഞ്ചരിച്ചു. തീർത്ഥാടന കേന്ദ്രം റക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി അടുപ്പുകളുടെ വെഞ്ചരിപ്പ് നിർവഹിച്ച് അടുപ്പുകളിലേക്ക് തീ പകർന്നു. അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ഫ്രാങ്കോ ഫ്രോണിസ്, ഫാദർ അമൽ ചാഴൂർ എന്നിവർ സഹകാർമ്മികരായിരുന്നു. 24, 25, 26 തീയതികളിലാണ് തിരുനാൾ. ശനിയും ഞായറുമായി നടക്കുന്ന നേർച്ച ഊട്ടിൽ 2 ലക്ഷത്തോളം പേർ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൈക്കാരന്മാരായ ജെയ്സൺ വടക്കൂട്ട്, KA ജോസൻ, ജോസഫ് ലിയോ, KJ ബാബു, കറിവെപ്പ് കമ്മിറ്റി കൺവീനർ തറയിൽ ലാസർ, ജെയിംസ് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.
പാവറട്ടി തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിനോടനുബന്ധിച്ചുള്ള പ്രദക്ഷിണത്തിന് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ഞായറാഴ്ച വൈകിട്ട് 4 മണിക്കുള്ള ദിവ്യബലിക്ക് ശേഷമാണ് പ്രദക്ഷിണം ഇറങ്ങുക. മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ശതോത്തര സുവർണ ജൂബിലിയുടെ സ്മരണകൾ നിറഞ്ഞതാകും പ്രദക്ഷിണം. 150 പൊൻകുരിശുകൾ, 150 പട്ടുകുടകൾ, 150 ലില്ലിപ്പൂക്കൾ എന്തിയ ബാലികാ ബാലന്മാർ, വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ പ്രതിഷ്ഠിച്ച രൂപക്കൂടുകൾ വഹിച്ച വിശ്വാസികൾ, തിരുശേഷിപ്പുമായി വൈദികർ എന്നിവർ അണിനിരക്കുമെന്ന് തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി പറഞ്ഞു. ശതോത്തര സുവർണ ജൂബിലി ആഘോഷിക്കുന്ന പാവറട്ടി സെയിന്റ് ജോസഫ് തീർത്ഥാടന കേന്ദ്രത്തിലെ അൾത്താരയ്ക്ക് തങ്കവർണ്ണ ശോഭ. പഴമയും തനിമയും നിലനിർത്തിയാണ് അൾത്താര മനോഹരമാക്കിയത്. 1975 ഇന്ന് കാണുന്ന വിസ്തൃതമായ ദേവാലയം പണി കഴിപ്പിച്ചത്. പോർച്ചുഗീസ് വാസ്തുശില്പ മാതൃകയിലായിരുന്നു അൾത്താര. ദേവാലയം പലതവണ പുതുക്കി നിർമ്മിച്ചപ്പോഴും അൾത്താരയ്ക്കോ തിരുസ്വരൂപങ്ങൾക്കോ മാറ്റം വരുത്തിയിരുന്നില്ല. നവീകരണത്തിന്റെ ഭാഗമായി ഇറ്റലിയിൽ നിന്നും ഇറക്കുമതി ചെയ്ത 8 ക്യാരറ്റ് ഗോൾഡ്, സിൽവർ ഫോയിലുകൾ പൊതിഞ്ഞുകൊണ്ടുള്ള ഗിൽഡിംഗ് വർക്ക് നടത്തിയാണ് അൾത്താരയ്ക്കിപ്പോൾ തങ്കവർണ്ണ ശോഭ പകരുന്നത്. അങ്കമാലി സ്വദേശിയായ ജോൺസൺ അറക്കലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പണികൾക്ക് നേതൃത്വം നൽകിയത്. ദേവാലയത്തിനകത്ത് കാൽസ്യം സിലിക്കേറ്റ് ഉപയോഗിച്ച് ഫോൾഡ് സീലിംഗ് നടത്തി. സീലിംഗിന്റെ മധ്യത്തിലായി വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ ജീവിത മുഹൂർത്തങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട്. ദേവാലയത്തിനകത്ത് വലിയ ടൈലുകൾ വിരിച്ചും ചുമരുകളിൽ തേക്കുപാളികൾ പതിച്ചും മോടി കൂട്ടി. തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, നവീകരണ കമ്മിറ്റി കൺവീനർ TJ ചെറിയാൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. ശനിയാഴ്ച ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് നവീകരിച്ച ദേവാലയത്തിന്റെ വെഞ്ചരിപ്പും തിരുനാളിന്റെ ഭാഗമായുള്ള വിശുദ്ധന്റെ കൂടുതുറക്കൽ ശുശ്രൂഷയും നിർവഹിക്കും. TCV പാവറട്ടി. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. French Dairy Pistachio Kunafa Bar. കൽപ്പക വെഡിംഗ് കുന്നംകുളം. കുന്നംകുളത്തിന്റെ ഏറ്റവും വലിയ വസ്ത്രവിസ്മയം, ഏറ്റവും കുറഞ്ഞ വിലകളിൽ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തകളിലേക്ക് വീണ്ടും. വഴിയരികിൽ കണ്ടെത്തിയ ബാഗ് ഉടമസ്ഥന് തിരിച്ചു നൽകി KSEB സബ് എഞ്ചിനീയർ മാതൃകയായി. കൊടുങ്ങല്ലൂർ ചന്തപുര കോട്ടപ്പുറം ബൈപ്പാസിൽ റോഡരികിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ബാഗ് KSEB കൊടുങ്ങല്ലൂർ നമ്പർ 1 സെക്ഷനിലെ സബ് എഞ്ചിനീയറായ ഉസ്മാൻ കൊടുങ്ങല്ലൂർ പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. ബാഗിലുണ്ടായിരുന്ന ഫോൺ നമ്പറുമായി ബന്ധപ്പെട്ട് പോലീസ് ഉടമയെ തിരിച്ചറിഞ്ഞു. ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് വരികയായിരുന്ന ചേറ്റുവ സ്വദേശി മനോജിന്റെ ബാഗാണ് നഷ്ടപ്പെട്ടത്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് മനോജിന് ബാഗ് കൈമാറി. ഗ്രാമകം നാടകോത്സവം 2ാം ദിനത്തിൽ നാടകപ്രവർത്തകൻ വിജേഷ് അനുസ്മരണം നടത്തി. ഗ്രാമകം നാടകോത്സവ സംഘാടക സമിതി ജോയിന്റ് കൺവീനർ പ്രബലൻ വേലൂർ അധ്യക്ഷനായി. കവി ശോഭിൻ മഴവീട് വിജേഷ് പാട്ടോർമകൾ, വർത്തമാനങ്ങൾ, നാടകസ്മരണകൾ എന്നിവയ്ക്ക് നേതൃത്വം നൽകി. സ്വീകരണ കമ്മിറ്റി ജോയിന്റ് കൺവീനർ അനിൽ നമ്പീശൻ, സോഷ്യൽ മീഡിയ കമ്മിറ്റി ചെയർപേഴ്സൺ ജ്യോൽന വിജിൽ തുടങ്ങിയവർ സംസാരിച്ചു. വേലൂർ ഗ്രാമകം നാടകോത്സവത്തിന്റെ പ്രൗഢി വർദ്ധിപ്പിച്ച് അലങ്കാരങ്ങളും ശില്പ പ്രദർശനവും പുതുമയുള്ള നാടകാവതരണങ്ങളോടൊപ്പം ഓരോ വർഷവും വ്യത്യസ്തമായി ഒരുക്കുന്ന അലങ്കാരങ്ങളും ശില്പങ്ങളുമാണ് വേലൂർ ഗ്രാമകം നാടകോത്സവത്തിന്റെ ആകർഷകമായ പ്രത്യേകത. നാടക നഗരിയുടെ കവാടവും നടവഴിയും മനോഹരമായാണ് ഇത്തവണയും തയ്യാറാക്കിയിരിക്കുന്നത്. കാണികളെ വരവേൽക്കുന്നത് പതിവ് പോലെ ഊർജ്ജ സംരക്ഷകൻ സൈക്കിൾ പ്രാഞ്ചിയുടെ ജലധാര യന്ത്രമാണ്. കവാടത്തിന് മുന്നിലാണ് കാലികമായ സാമൂഹിക വിഷയങ്ങളിൽ ഊന്നി നിർമ്മിച്ച ശില്പങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ജയൻ പാത്രമംഗലം, ജോൽസൻ വേലൂർ, AP പ്രവീൺകുമാർ, ശശി അത്താണിക്കൽ, KK മോഹനൻ, MP രവികുമാർ, ലയന ഫ്രാൻസിസ് തുടങ്ങിയവരാണ് ശില്പങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്.
30 വർഷത്തെ സേവനം പൂർത്തീകരിച്ച് സർവീസിൽ നിന്ന് വിരമിക്കുന്ന മതിലകം പഞ്ചായത്തിലെ അസിസ്റ്റന്റ് സെക്രട്ടറി AI സുലേഖയ്ക്ക് ഭരണസമിതിയും ജീവനക്കാരും ചേർന്ന് യാത്രയയപ്പ് നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് PM ആൽഫ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ MA ബിനേഷ്, PP പ്രസീദ, ഹസീന റഷീദ്, സുനിൽ P മേനോൻ, മഞ്ജുഷ നകുലൻ തുടങ്ങിയവർ സംസാരിച്ചു. പറപ്പൂക്കര ഫൊറോന ദേവാലയത്തിന്റെ 16ാം ശതോത്തര രജത ജൂബിലി ആഘോഷങ്ങൾ സമാപിച്ചു. സമാപന സമ്മേളനം മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ഇരിഞ്ഞാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ അധ്യക്ഷത വഹിച്ചു. ജൂബിലിയുടെ ഭാഗമായി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽ ദാനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ഇരിഞ്ഞാലക്കുട രൂപത മുഖ്യ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് മാളിയേക്കൽ സ്മരണികയുടെ പ്രകാശനം നിർവഹിച്ചു. പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, പഞ്ചായത്ത് അംഗം M ശ്രീകുമാർ, ഇരിഞ്ഞാലക്കുട രൂപത ചാൻസലർ ഫാദർ കിരൺ തട്ല, വികാരി ഫാദർ റാഫേൽ പഞ്ഞിക്കാരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇരിഞ്ഞാലക്കുട പുല്ലൂരിലെ ഹൈബ്രിഡ് താമരപ്പാടം കാഴ്ചക്കാരുടെ മനം കീഴടക്കുന്നു. കൊയ്ത്തുകഴിഞ്ഞ മുരിയാട് പാടശേഖരത്തിലായി പുല്ലൂർ ആനുരുളി പനയമ്പാടത്തിന് നടുവിലൂടെ കടന്നുപോകുന്ന തോട്ടിലാണ് ആയിരക്കണക്കിന് ഹൈബ്രിഡ് താമരകൾ വിരിഞ്ഞു നിൽക്കുന്ന മനോഹര കാഴ്ചയുള്ളത്. ചെടികളോടും പക്ഷികളോടും ഏറെ താല്പര്യമുള്ള സമീപവാസിയായ ജോമോൻ എന്ന യുവാവാണ് 2 വർഷം മുൻപ് തന്റെ വീട്ടിലെ തോട്ടത്തിൽ നിന്നും ഒരു ഹൈബ്രിഡ് താമരയുടെ വിത്ത് പാടത്തെ തോട്ടിൽ നട്ടത്. തോട്ടിലെ ചെളിയും നല്ല സൂര്യപ്രകാശവും ലഭിച്ചപ്പോൾ താമരത്തണ്ട് തഴച്ചു വളർന്നു. റെഡ് പിയൂണി എന്ന ഇനം താമരയാണ് പാടത്തിന് നടുവിലെ തോട്ടിൽ നിറഞ്ഞു വളർന്നു നിൽക്കുന്നത്. ഏകദേശം ഒരു 250-300 രൂപ ട്യൂബറിന് സെയിൽ ചെയ്തിരുന്ന റെഡ് പിയോണി എന്ന് പറഞ്ഞ ഹൈബ്രിഡ് താമരയുടെ ട്യൂബർ നട്ടിട്ടുള്ളതാണ് ഇപ്പൊ ഈ കാണുന്ന താമരകൾ മൊത്തം. വേറെ ഒരു പരിചരണം ഉണ്ടായിട്ടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ആവശ്യമായിട്ടുള്ള വളം, ചെളിയും കാര്യങ്ങളും, വെയിലും അത്രയും സംഭവങ്ങൾ കിട്ടുന്ന കാരണമാണ് ഇതിന് ഇത്രയും ഗ്രോത്തും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇടയ്ക്കിടെ പൂക്കൾ ഉണ്ടാകാറുണ്ടെങ്കിലും ഇത്രയും അധികം പൂക്കൾ ഒരുമിച്ച് വിരിഞ്ഞു നിൽക്കുന്ന കാഴ്ച ആദ്യമായാണെന്ന് ജോമോൻ പറയുന്നു. പ്രദേശവാസികൾ സമീപത്തെ ക്ഷേത്രങ്ങളിലേക്ക് താമര പൂക്കൾ കൊണ്ടുപോയി സമർപ്പിക്കാറുണ്ടെന്നും അധികം ആളുകൾ ഇത്രയും താമര വിരിഞ്ഞ വിവരം അറിഞ്ഞിട്ടില്ലെന്നും ജോമോൻ പറഞ്ഞു. വിരിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കാറ്റും ഈ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉള്ള കാരണം ഒരു 2-3 ദിവസമൊക്കെ പൂവുണ്ടാവും എന്തായാലും. ഈ പൂക്കൾ ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് മുട്ടുകളുണ്ട്. ഏകദേശം ഒരു 1000-ന് മേലെ മുട്ടുകളൊക്കെ എന്തായാലും ഇതില് നമ്മൾ വന്ന് നേരിട്ട് കണ്ടാലാണെന്ന് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ ഈ വിരിയണേക്കാളും മുമ്പ് തന്നെ ഏകദേശം ഇത്രയ്ക്കൊക്കെ ആവുമ്പോഴേക്കും സംഭവം പൊട്ടിച്ചിട്ട് പോകും. ഇപ്പോഴാണ് ഇപ്പോൾ വിരിഞ്ഞിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. യാത്രായോഗ്യമല്ലാതായ കൃഷ്ണാപുരം റോഡിന്റെ പണി അടിയന്തരമായി പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി ലിയാസ് ബാബു തൃശൂർ കോർപ്പറേഷൻ മേയർക്ക് നിവേദനം നൽകി. റോഡിന്റെ നിലവിലെ അവസ്ഥ പരിതാപകരമാണെന്നും ഇതുമൂലം പ്രദേശത്തെ കുടുംബങ്ങൾ അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും അവർ നേരിടുന്ന യാത്രാ ദുരിതവും നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കേരള ടാക്സ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഏപ്രിൽ 22-ന് ഇരിഞ്ഞാലക്കുടയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:30-ന് ഇരിഞ്ഞാലക്കുട വ്യാപാര ഭവനിൽ നടക്കുന്ന സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ഹരീഷ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന പ്രതിനിധി സമ്മേളനം മെയ് 2-ന് തൊടുപുഴയിൽ നടക്കും. MA ഗോവിന്ദൻ, ഫ്രാൻസൻ മൈക്കിൾ PD, സൈമൺ, KR മുരളീധരൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വനിതാ ബില്ലിനെ എതിർത്ത പ്രതിപക്ഷ സംഘടനകൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് മഹിളാ മോർച്ച സൗത്ത് ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ ഇരിഞ്ഞാലക്കുടയിൽ അറിയിച്ചു. 70 കോടിയോളം വരുന്ന സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് നേരെ പ്രതിപക്ഷം പുറംതിരിഞ്ഞ് നിൽക്കുകയാണെന്ന് മഹിളാ മോർച്ച ഭാരവാഹികൾ ആരോപിച്ചു. ഭാരവാഹികളായ റോഷ്നി ബാബു, തുഷാര ഷിനു, റിമ പ്രകാശ്, സിന്ധു സതീഷ്, സജിനി സന്തോഷ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എറവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. പഴങ്ങാപ്പറമ്പ് നന്ദൻ തിരുമേനി മുഖ്യ കാർമ്മികനായി. ശിവേലിക്ക് ജിതിൻ കല്ലാറ്റിന്റെ പ്രാമാണികത്വത്തിൽ പാണ്ടിമേളം അരങ്ങേറി. തുടർന്ന് പ്രസാദ ഊട്ടും നടന്നു. ദശാവതാരം ചന്ദനച്ചാർത്ത് കഴിഞ്ഞ ദിവസമാണ് സമാപിച്ചത്. ക്ഷേത്രം പ്രസിഡന്റ് മോഹനൻ പൂവശ്ശേരി, സെക്രട്ടറി മധുസൂദനൻ കണ്ടേങ്കാവിൽ, ട്രഷറർ P ഗോവിന്ദൻകുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായി മാറുകയാണ് ചാലക്കുടി പുഴയിലെ പരിയാരം കടവ്. സമൂഹമാധ്യമങ്ങളിലൂടെ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ സഞ്ചാരികളുടെ ഒഴുക്കും വർദ്ധിച്ചു.
ഇൻസ്റ്റഗ്രാമും യൂട്യൂബും വഴിയുള്ള റീലുകളിൽ പരിയാരത്തെ CSR കടവ് താരമായതോടെ ഇവിടം ജനക്കൂട്ട കേന്ദ്രമായി മാറിക്കഴിഞ്ഞു. ശരാശരി 2000-ഓളം വിനോദസഞ്ചാരികൾ ദിവസേന കടവിലെത്തുന്നുണ്ട്. തടയണയുടെ മറുകരയിലെ പൂലാനി ഭാഗത്തും ധാരാളം വിനോദസഞ്ചാരികളെ കാണാം. സ്കൂൾ അവധിക്കാലത്തിന്റെ തുടക്കത്തോടെ കടവിൽ ആൾക്കൂട്ടമായി. മഴക്കാലത്തിന്റെ ആരംഭം വരെ ഇത് തുടരും. ആർത്തുലസിക്കുന്ന വിനോദസഞ്ചാരികൾ ഇവിടെ പതിയിരിക്കുന്ന അപകടങ്ങളും കാണാതെ പോകുന്നുണ്ട്. താഴെ പാറയിടുക്കിലും പുഴയുടെ മുകൾ ഭാഗത്തും അശ്രദ്ധയോടെ നീന്തിയാൽ അപകടത്തിൽപ്പെടാം. മുന്നറിയിപ്പ് നൽകുന്നതിന് ഇവിടെ സംവിധാനമില്ല. തടയണയിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളാൽ നിറയുകയാണ് CSR കടവ് റോഡ്. വനം വകുപ്പ് റേഞ്ചിന്റെ ഓഫീസിന്റെ മുൻഭാഗത്തെ മെയിൻ റോഡിൽ വാഹനങ്ങളുടെ പാർക്കിംഗ് മൂലം ഗതാഗത തടസ്സവുമുണ്ട്. പരിയാരത്തെ പ്രശസ്തമായ കപ്പത്തോടിനെ വേനൽക്കാലത്ത് സംരക്ഷിച്ചു നിർത്തുകയെന്ന പ്രധാന ലക്ഷ്യത്തോടെ 2010-13 കാലഘട്ടത്തിൽ അന്നത്തെ MLA BD ദേവസി മുൻകൈയെടുത്താണ് കൊമ്പൻപാറയിലെ തടയണ നിർമ്മിച്ചത്. പരിയാരം പഞ്ചായത്തിലെ കാഞ്ഞിരപ്പള്ളി, മേലൂരിലെ പൂലാനി പ്രദേശങ്ങളിലെ കുടിവെള്ളക്ഷാമത്തിനും ശാശ്വത പരിഹാരമാണ് തടയണ. TCV ന്യൂസ്, ചാലക്കുടി. ചാഴൂരിൽ 37 വർഷത്തിനിപ്പുറം നടന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ആദ്യ സംഗമം വേറിട്ടതായി. ചാഴൂർ SNM ഹൈസ്കൂളിൽ 1988-89 ബാച്ച് വിദ്യാർത്ഥികളാണ് ഒത്തുചേർന്നത്. 4 ഡിവിഷനുകളിലായി ഉണ്ടായിരുന്ന 126 പേരിൽ 110 പേരും 21 അധ്യാപകരും സംഗമത്തിൽ പങ്കെടുത്തു. അധ്യാപകൻ രവീന്ദ്രൻ കുട്ടികളുടെ ഹാജർ വിളിച്ചായിരുന്നു തുടക്കം. അസംബ്ലിയിൽ ചൊല്ലുന്ന പ്രതിജ്ഞ എല്ലാവരും ഏറ്റുചൊല്ലി. കൂട്ടായ്മ ചെയർമാൻ സജിത്ത് പണ്ടാരിക്കൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജരായിരുന്ന സുഗതൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പങ്കെടുത്ത അധ്യാപകരെ ആദരിച്ചു. തങ്ങൾ പഠിച്ച വിദ്യാലയത്തിലെ കുട്ടികൾക്കായി 75,000 രൂപയുടെ ബാൻഡ് സെറ്റിനുള്ള ഉപകരണങ്ങൾ കൂടി സംഭാവന നൽകിയാണ് സംഗമം സമാപിച്ചത്. CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ കുന്നംകുളം ഗുഡ് ഷെപ്പേർഡ് CMI സ്കൂൾ ചരിത്ര വിജയം നേടി. MA ആഗ്നസ് 500-ൽ 499 മാർക്ക് നേടി സ്കൂൾ ടോപ്പറായി. ഉജ്ജ്വല വിജയം കൈവരിച്ചു. ചാലക്കുടി GST ഡെപ്യൂട്ടി കമ്മീഷണർ മാള കുഴൂർ MC അഗസ്റ്റിൻ കുട്ടിയുടെയും വളാഞ്ചേരി MES സ്കൂൾ അധ്യാപിക ജിഷി ചീരൻ എന്നിവരുടെയും മകളാണ് ആഗ്നസ്. പരീക്ഷയിൽ പങ്കെടുത്ത 62% വിദ്യാർത്ഥികളും 90% മുകളിൽ മാർക്ക് കരസ്ഥമാക്കിയതായി ഭാരവാഹികൾ പറഞ്ഞു. പ്രിൻസിപ്പാൾ ഫാദർ ലിജോ പോൾ, വൈസ് പ്രിൻസിപ്പാൾ ഷാനു ജോഫി, അധ്യാപകരായ KP സിന്ധു, KC ജോളി, വിദ്യാർത്ഥിനി ആഗ്നസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരൺ കുടുംബസമേതം ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി. ശ്രീവത്സം ഗസ്റ്റ് ഹൌസിലെത്തിയ ഇവരെ അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ സ്വീകരിച്ചു. ദർശനം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ചാനൽ ക്യാമറമാനും ചില ഭക്തരും ഫോട്ടോയും ദൃശ്യങ്ങളും എടുക്കാൻ ശ്രമിച്ചെങ്കിലും ദേവസ്വം ഉദ്യോഗസ്ഥരും വിവേകിന്റെ കൂടെയുണ്ടായിരുന്നവരും ചേർന്ന് തടഞ്ഞു. മൊബൈൽ ഫോണുകൾ വാങ്ങി ഫോട്ടോയും വീഡിയോയും ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. ഇനി സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,235 രൂപ, പവന് 1,13,880 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ശക്തന്റെ തട്ടകം പൂരാവേശത്തിലേക്ക്. തൃശൂർ പൂരത്തിന്റെ പ്രധാന പങ്കാളികളായ തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിൽ കൊടിയേറി. ഘടകക്ഷേത്രങ്ങളിലും കൊടിയേറി. സാമ്പിൾ വെടിക്കെട്ട് വെള്ളിയാഴ്ച. തൃശൂർ പൂരത്തിനെത്തുന്നവർക്ക് സൗജന്യ ഇന്റർനെറ്റ് സൗകര്യവുമായി കേരള വിഷൻ. നഗരത്തിലെ വിവിധ ഇടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള വൈഫൈ ഹോട്ട്സ്പോട്ടുകളിലൂടെ പൂരം കാണാനെത്തുന്നവർക്ക് ഇന്റർനെറ്റ് ഉപയോഗിക്കാമെന്ന് KCCL ചെയർമാൻ PP സുരേഷ് കുമാർ. കോടാലി കടമ്പോട് പാമ്പുകടിയേറ്റ് മരിച്ച ആൽജോയുടെ സംസ്കാരം നടന്നു. പാമ്പുകടിയേറ്റ ആൽജോയുടെ സഹോദരൻ അനോഷിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി. പാമ്പുകടിയേറ്റ് മരിച്ച കുട്ടിയുടെ വീടിന്റെ പരിസരത്ത് വീണ്ടും പാമ്പിനെ കണ്ടെത്തി. നെല്ലിന്റെ വില ലഭിക്കാത്തതിനാൽ എരുമപ്പെട്ടി, കടങ്ങോട് പഞ്ചായത്തുകളിലെ കർഷകർ പ്രതിസന്ധിയിൽ. പ്രതിഷേധ സൂചകമായി എരുമപ്പെട്ടി SBI ബാങ്കിന് മുന്നിൽ കർഷകർ നിൽപ്പ് സമരം നടത്തി.
പെരിഞ്ഞനത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷം. പെരിഞ്ഞനം പഞ്ചായത്ത് അംഗങ്ങളും നാട്ടുകാരും വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ സമരം നടത്തി. കുടിവെള്ളം മുടങ്ങാൻ കാരണം ദേശീയപാത നിർമ്മാണത്തിനിടെ പൈപ്പ് പൊട്ടിയത്. വടക്കാഞ്ചേരി നഗരസഭാ ഓഫീസിൽ വിജിലൻസ് പരിശോധന. മണ്ണെടുപ്പ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഫയലുകൾ കസ്റ്റഡിയിലെടുത്തു. തിരുവല്ലുവാമലയിൽ വീട് കത്തി നശിച്ചു. അമ്മൻചെട്ടി സ്വദേശി അനിൽ രാജിന്റെ വീടാണ് പൂർണ്ണമായും കത്തിയത്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ